തമ്മിലടിയും വിഴുപ്പലക്കും കഴിഞ്ഞ് ഒന്നിന് നേരമില്ലാത്ത പ്രതിപക്ഷ പാർട്ടികൾ വർഷങ്ങളായി ഒരു സഖ്യത്തെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നു. ഇന്ന് വരെ അന്തിമ തീരുമാനമായിട്ടില്ല. നല്ലൊരു നേതാവോ നല്ലൊരു മുദ്രാവാക്യമോ നല്ലൊരു ഭാവി പരിപാടിയോ ഇല്ല. സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ഇവരെങ്ങനെയാണ് രാജ്യത്തെ രക്ഷിക്കുന്നത്? പൊതു തെരഞ്ഞെടുപ്പിന് വെറും 3 മാസമേ ഉള്ളൂ. രാജ്യത്തെ ചർച്ചാ വിഷയങ്ങൾ ശ്രദ്ധിക്ക്. എന്തൊരു പ്രഹസനങ്ങളാണ് അരങ്ങേറുന്നത്! പട്ടിണിയും അഴിമതിയും ആൾക്കൂട്ട ആക്രമണങ്ങളും ന്യൂനപക്ഷ വിരുദ്ധതയും കലാപങ്ങളും ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയങ്ങളൊക്കെ ഇപ്പോൾ എവിടെ പോയി? സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വികസനത്തിനും മുകളിലാണോ സ്വകാര്യ വിഷയമായിരിക്കേണ്ട മതവും ആരാധനാലയങ്ങളും? അവകാശവും ആയുധവുമായ വോട്ട് വിവേകത്തോടെ ഉപയോഗിച്ചില്ലെങ്കിൽ ഭാവി ഇരുട്ടിലാകുമെന്ന് ജനം തിരിച്ചറിയുന്നില്ല. ചേരികളിലും റെയിൽവേ പുറമ്പോക്കുകളിലും ഫ്ലൈ ഓവറുകൾക്കിടയിലും പാലങ്ങൾക്കുമടിയിലും പുഴുക്കളെപ്പോലെ ജീവിച്ചു മരിക്കുന്ന മനുഷ്യർക്ക് മോചനമുണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ സർവേകളും റിപ്പോർട്ടുകളും ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ആകെ 125 രാജ്യങ്ങളുള്ള പട്ടിണി സൂചികയിൽ നാം 111ാമത് എത്തി വിശന്ന് തളർന്നിരിക്കുകയാണ്. ഭൂരിപക്ഷ ന്യൂനപക്ഷ രാഷ്ട്രീയ ഭേദമെന്നെ യാചിച്ചിട്ടും ചോരപ്പുഴയിൽ മുങ്ങിയ മണിപ്പൂരിനെക്കുറിച്ച് പ്രതികരിക്കാത്തവർ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ മുൻപെങ്ങുമില്ലാത്ത വിധം ഭരണത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നതും എതിർക്കപ്പെടണം. രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിന് പോറലേൽക്കരുത്. കാരണം വൈവിധ്യങ്ങളുടെ സ്വത്വങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുടെ അസ്തിത്വം അംഗീകരിച്ചില്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യമില്ല. തങ്ങളെ കൂട്ടത്തോടെ പുറത്താക്കി തട്ടുകടയിൽ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ ബില്ലുകളും നിയമങ്ങളും പാസ്സാക്കിയതിനെക്കുറിച്ച് പ്രതിപക്ഷത്തിന് പറയാനൊന്നുമില്ലേ? നാണം കെട്ട് തലയിൽ മുണ്ടുമിട്ട് നടക്കുകയല്ലേ? നിശബ്ദത പാലിക്കേണ്ട സമയമാണോ ഇത്? തെരഞ്ഞെടുപ്പ് കാലത്തെ ചർച്ചകളും വാദപ്രതിവാദങ്ങളും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസമാണ്. പ്രതിപക്ഷത്തെ ഓരോ നേതാവും സ്വന്തം അഭിപ്രായങ്ങളും മേന്മകളും എഴുന്നള്ളിച്ച് സ്വയം പ്രസ്ഥാനമായി മാറുകയാണ്. ജനങ്ങളുടെ ആവലാതികളും എതിർപ്പുകളും പ്രകടിപ്പിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യേണ്ട സമയമാണ് തെരഞ്ഞെടുപ്പ്. എല്ലാവർക്കും പാർലമെൻറ്റിന് മുന്നിൽ വരിവരിയായി എത്തി ഒന്നും ചോദിക്കാനാവില്ല. ആ ചുമതല പ്രതിപക്ഷത്തിനുണ്ട്. പക്ഷേ ഉറക്കമെണീക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിട്ട് പ്രതികരണത്തിന് കാത്തിരിക്കുന്നതും സഖ്യ സമ്മേളനങ്ങളിലെ ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം കൈകോർക്കുന്നതുമല്ല രാഷ്ട്രീയമെന്ന് നിങ്ങൾ ഓർക്കണം. ഈ നിമിഷം വരെ ലക്ഷ്യബോധമില്ലാത്ത ഒരാൾക്കൂട്ടമല്ലെന്ന് തെളിയിക്കാൻ തട്ടിക്കൂട്ട് സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല. ഒന്നും ചെയ്തില്ലെങ്കിലും ജയിക്കാമെന്ന ആത്മവിശ്വാസം നൽകും വിധം ഭരണപക്ഷത്തിന്, അതായത് BJPക്ക് പ്രതീക്ഷയായി. പ്രതിപക്ഷത്തിന് പകരമാകാൻ മാധ്യമങ്ങൾക്കോ ഉത്തരേന്ത്യയിലോ ദക്ഷിണേന്ത്യയിലെയോ മറിയക്കുട്ടിമാർക്കോ കഴിയില്ല. അവയൊക്കെ ചില ചാലക ശക്തികൾ മാത്രമാണ്. ജനാധിപത്യത്തിൻ്റെ മാതാവെന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും പ്രതിപക്ഷം ഉണർന്നു പ്രവർത്തിക്കണം. വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കണം.